ഗ്രഹങ്ങളെ നമ്മൾ ഒരു ചിത്രീകരിക്കുന്നത് നമ്മുടെ പേപ്പറിൽ രേഖപ്പെടുത്തുന്നത് രാശിചക്രം എന്ന് പറഞ്ഞ ചക്രം വരച്ചിട്ടാണ്. നമ്മൾ അന്തരീക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ചക്രവാളത്തിനകത്തുള്ള അന്തരീക്ഷം നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ചക്രവാളത്തിന് അപ്പുറത്തും അന്തരീക്ഷമുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നില്ല. ചക്രവാളം എന്ന് പറയുന്ന ഒരു നമ്മുടെ കാഴ്ചയുടെ കാഴ്ചയ്ക്ക് ചക്രവാളം പരിമിതി കൽപ്പിക്കുന്നു. ആ ചക്രവാളത്തിനകത്ത് കാണുന്ന നക്ഷത്രങ്ങളും ഗ്രഹങ്ങളെയാണ് നമ്മൾ ഒരു പേപ്പറിൽ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ പേപ്പറിൽ രേഖപ്പെടുത്തുന്നതാണ് രാശിചക്രം എന്ന് പറയുന്നത്. അപ്പോൾ ആ അന്തരീക്ഷത്തിൻ്റെ ആകാശത്തിൻ്റെ ഒരു ചെറിയ ചിത്രം, അതിനെ സാധാരണ വരയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചതുരമായിട്ട് വരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. വൃത്തത്തിൽ വേണമെങ്കിലും വരയ്ക്കാം. നമ്മൾ വരയ്ക്കാൻ സൗകര്യത്തിന് ചതുരത്തിൽ വരയ്ക്കുന്നു എന്നേ ഉള്ളൂ. വൃത്താകൃതിയിലുള്ള ഈ ചക്രവാളത്തിന് നമ്മൾ ചതുരത്തിൽ വരയ്ക്കുന്നു. നമുക്ക് വേണ്ട ഗ്രഹങ്ങളെ മാത്രം അടയാളപ്പെടുത്തുന്നു. അന്തരീക്ഷത്തിൽ കാണുന്ന ഈ 9 ഗ്രഹങ്ങളെ 7 ഗ്രഹങ്ങളെയും രാഹുകേതുക്കളെയും അടയാളപ്പെടുത്തുന്നു ഈ പേപ്പറിൽ, രാശിചക്രത്തിനകത്ത്. അപ്പോൾ രാഹുവിനും കേതുവിനും ഇടയ്ക്ക് എല്ലാ ഗ്രഹങ്ങളും വരുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാളസർപ്പയോഗം എന്ന് പറയുന്നത്. ഇപ്പോൾ രാശിചക്രത്തിൻ്റെ ഒരു പകുതി രാഹുകേതുക്കൾ എപ്പോഴും 2 എതിർബിന്ദുക്കളായിരിക്കും. അവ തമ്മിൽ 180 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടായിരിക്കും. കാരണം അത് കാരണം രാശിചക്രത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് രാഹുകേതുക്കളുടെ എല്ലാ ഗ്രഹങ്ങളും വരുന്നു പറഞ്ഞാൽ രാശിചക്രത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് എല്ലാ ഗ്രഹങ്ങളും വരുന്നു എന്നർത്ഥം. ഇപ്പം നമ്മളൊരു വലിയ പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇരിക്കട്ടെ. ആ പമ്പരത്തിൽ നമ്മൾ ഏതാനും മുത്തുകൾ പതിപ്പിച്ചിട്ടുണ്ട്. മുത്തുകൾ അതിനകത്ത് ചലിക്കുന്നുണ്ടെന്നിരിക്കട്ടെ. നമ്മൾ അങ്ങനത്തെ ഈ ചൂതാട്ട സ്ഥലത്തൊക്കെ അങ്ങനത്തെ സാധനം നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതെല്ലാവർക്കും പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പമ്പരം പറയുന്നത്. അപ്പോൾ പമ്പരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പമ്പരത്തിൻ്റെ ഒരു ഭാഗത്ത് അതിൽ നമ്മൾ പതിപ്പിച്ചിട്ടുള്ള മുത്തുകളെല്ലാം കൂടെ ഒരു ഭാഗത്ത് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? പമ്പര ആ ഭാഗത്തേക്ക് ഒരു ചെറിയ ചായും. പമ്പരത്തിൽ കറക്കുന്ന ചായ ഉണ്ടാകും. കാരണം ഭാരമെല്ലാം ഒരു വശത്തേക്ക് മാത്രമായിട്ട് വന്നു ചേരുമ്പോൾ. അപ്പം അതേപോലെ ഈ ഗ്രഹങ്ങളിലെ എല്ലാം രാശിചക്രത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് വന്നു ചേരുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ മൊത്തം ചലനത്തിന് ചെറിയൊരു ഇംബാലൻസ് ഉണ്ടാകും. ആ താളക്രമം ചെറിയൊരു ഭംഗം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മുടെ പ്രകൃതിയിൽ പ്രതിഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വരുന്ന ഈ ഒരു കാലഘട്ടം പ്രകൃതിയിൽ കുറച്ച് ദോഷങ്ങൾ, മനുഷ്യ ജീവിതത്തിലും സമൂഹത്തിൻ്റെ ജീവിതത്തിലും കുറച്ച് ദോഷങ്ങളും കഷ്ടങ്ങളൊക്കെ വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് ജ്യോതിഷന്മാർ പറയുന്നു. അപ്പോൾ നമുക്ക് നോക്കിയിരുന്ന് കാണാം ഇങ്ങനെ സംഭവം വല്ല മാറ്റങ്ങൾ ഉണ്ടാകുമോ ഇല്ലേന്ന്. അപ്പോൾ ഈ കാളസർപ്പയോഗം പൊതുവേ പറയുമ്പോൾ ഈ രാഹുകേതുക്കൾ ഗ്രഹണത്തിന് കാരണമായതുകൊണ്ട് ഈ രാഹുകേതുക്കളുടെ എല്ലാ ഗ്രഹങ്ങളും വരുമ്പോൾ ഈ ഗ്രഹങ്ങളുടെ ശക്തിയെ ഇത് ഗ്രഹിച്ചു കളയുന്നു, അത് മറച്ചു കളയുന്നു. ഗ്രഹണം എന്ന് പറഞ്ഞാൽ എന്താ? സൂര്യൻ്റെയും അല്ലെങ്കിൽ ചന്ദ്രൻ്റെയോ പ്രകാശത്തെ ഈ ഒരു നിഴൽ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ നിഴലിന് പ്രകാശത്തെ മറയ്ക്കാൻ പറ്റുകയില്ല. നിഴലിന് പ്രകാശത്തെ മറയ്ക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു വസ്തുവാണ് പ്രകാശത്തെ മറയ്ക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഒരു നിഴൽ പ്രകാശത്തെ മറയ്ക്കുന്ന പോലെ കാണുന്നു. അപ്പോൾ അതേപോലെ നമ്മുടെ ബോധത്തിൻ്റെ വെളിച്ചത്തിനൊരു മറവ് സംഭവിക്കുന്ന സമയമാണ് ഈ കാളസർപ്പയോഗം എന്ന് പൊതുവെ പറയുന്നു. നമുക്കെല്ലാവർക്കും ബുദ്ധിയുണ്ട് എല്ലാവർക്കും, പക്ഷേ വിവേകബുദ്ധിയുണ്ട്. ഈ വിവേകബുദ്ധിയുടെ പ്രകാശത്തിനാണ് ഈ മറവ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പലതും കാര്യങ്ങൾ അറിയാം, പക്ഷേ വേണ്ടപ്പോൾ വേണ്ടത് തോന്നാതിരിക്കുക. വേണ്ടപ്പോൾ വേണ്ടത് തോന്നുന്നതിനാണല്ലോ അറിവ് സഹായിക്കേണ്ടത്. ഇപ്പോൾ കർണൻ്റെ വിദ്യ പോലെ കൊണ്ടെന്താ കാര്യം? ആവശ്യം വരുമ്പോൾ ആ വിദ്യ ഉപകരിക്കുന്നില്ല. അപ്പോൾ അതേപോലെ അറിവുണ്ടായിട്ടും എന്തെല്ലാം തെറ്റ് ചെയ്യുന്നു നമുക്കറിയാം. ഈ ഫാസ്റ്റ് ഫുഡൊക്കെ വളരെ മോശമാണ്, ബേക്കറി സാധനങ്ങളെല്ലാം ധാരാളം കെമിക്കൽ ചേരുന്നതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നമുക്കറിയാം ഇവിടെ വന്നുള്ള ബീഫൊക്കെ കഴിയാൻ ബീഫ് ഫെസ്റ്റിവലൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. പക്ഷേ ഈ വരുന്ന ബീഫ് പലപ്പോഴും നമ്മൾ തന്നെ കാണുന്നുണ്ട്. രോഗം പിടിച്ച കന്നുകാലികളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൂട്ടമായിട്ട് വണ്ടിയിൽ കൂട്ടം നമ്മൾ തന്നെ കാണുന്നുണ്ട്. ഈ മാംസം കെട്ടിത്തൂക്കി റോഡിൽ തൂക്കിയിട്ടിരിക്കുന്ന നല്ലുള്ള എല്ലാ പൊടിയും പിടിച്ച് ഈച്ചയും പറ്റി അങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ രോഗം പിടിച്ച കന്നുകാലികളുടെ മാംസമൊക്കെയാണ് ഈ അഴുക്ക് പിടിച്ച സാഹചര്യങ്ങൾ തന്നെ വെട്ടി മുറിച്ച് വിൽക്കുന്നതാണ്. എങ്ങനെയൊക്കെ പാചകം ചെയ്ത് എന്തെല്ലാം കെമിക്കൽ ചേർത്തിട്ടാണ് പാചകം ചെയ്യുന്നതെന്ന് അറിയില്ല. അതെല്ലാം കൂടെയാണ് നമ്മുടെ മുമ്പിൽ അവസാനം വന്ന് നമ്മൾ രുചിയായിട്ട് ബീഫ് കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതുകൊണ്ട് അസുഖം ഉണ്ടാകും എന്ന അറിവുണ്ടായിട്ടും നമ്മൾ കഴിക്കുന്നു. അതിനെ നമ്മൾ ആഘോഷമാക്കി മാറ്റുന്നു.
അപ്പോൾ ഇതാണ് നമ്മുടെ ബുദ്ധിക്ക്, വിവേക ബുദ്ധിക്ക് സംഭവിക്കുന്ന ഗ്രഹണം എന്ന് പറയുന്നത്. അറിവുണ്ട്, പക്ഷേ ആ അറിവിനെ ഒരിക്കലും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ഉപയോഗപ്പെടുത്താത്ത അറിവ് കൊണ്ട് നമുക്ക് ദോഷം ഉണ്ടായാലും നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്. നമ്മളങ്ങ് വിശ്വസിക്കുകയാണ്, സിഗരറ്റ് വലിച്ചാൽ എനിക്ക് ക്യാൻസറൊന്നും വരത്തില്ല, എൻ്റെ അപ്പൂപ്പന് 90 വയസ്സ് വരെ സിഗരറ്റ് വലിച്ചിരുന്നു, അപ്പൂപ്പനൊന്നും വന്നില്ല, അപ്പോൾ എനിക്കും വരത്തില്ല, നമ്മൾ വിശ്വസിക്കുകയാണ്. മദ്യപിച്ചാൽ എൻ്റെ ലിവറിനൊന്നും സംഭവിക്കത്തില്ല, എനിക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോൾ ലിവർ ടെസ്റ്റ് ചെയ്തൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ്. ഇതൊക്കെ ശരി, നല്ല കാര്യങ്ങളൊക്കെ ശരി. പക്ഷേ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന പലർക്കും തന്നെയാണ് ക്യാൻസർ വന്നിട്ടുള്ളത്, പലർക്കും ലിവർ സിറോസിസ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് വരില്ല എന്നുള്ളത് നമ്മുടെ മൂഢവിശ്വാസമാണ്. തെറ്റ് ചെയ്യുകയാണെങ്കിൽ, പ്രകൃതി നിയമങ്ങളെ ഉല്ലംഘിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് തിരിച്ചടി ഉണ്ടാകും. നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അതായത് ആ ഫലം എപ്പോൾ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്ന് മാത്രം, അത് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഗ്രഹദേവതകളുടെ ജോലി ആ ഫലങ്ങൾ നമുക്ക് കൊണ്ട് തരിക എന്നുള്ളതാണ്, യഥാകാലം യഥാരൂപത്തിൽ കൊണ്ട് തരിക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും വന്നു ചേരും. അപ്പോൾ ഈ സന്ദർഭം, ഈ വരുന്ന മാസങ്ങൾ, ഏതാനും മാസങ്ങൾ പൊതുവേ നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളുടെ വിവേക ബുദ്ധിക്ക് ഒരു മങ്ങൽ സംഭവിക്കുന്ന സമയമാണ്. വിവേക ബുദ്ധിക്ക് മങ്ങൽ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഗ്രഹണം സംഭവിക്കുമ്പോൾ ഞാഞ്ഞൂളും തലപൊക്കും എന്നൊരു പഴമൊഴിയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനകൾ, ഈ വാസനകളൊക്കെ നിർത്തുന്ന നമ്മുടെ വിവേക ബുദ്ധിയാണ്. നമുക്ക് പലതും ചെയ്യണം തോന്നും, ഒരു സുന്ദരിയെ കണ്ടാൽ കെട്ടിപ്പിടിക്കണം, ഉമ്മ കൊടുക്കണം എന്നൊക്കെ തോന്നും. പക്ഷേ നമ്മൾ ആ വികാരത്തെ നമ്മൾ നിയന്ത്രിക്കുന്നതിനാണ് നമ്മൾ സംസ്കാരം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള വികാരങ്ങൾ കൂടുതലായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എന്താണോ നമ്മൾ അമർത്തി വെച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്, ഒളിപ്പിച്ച് വെച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്, ബാഹ്യമായിട്ടൊന്നും കാണിക്കാതെ നടക്കുന്നത്, ഈ വികാരങ്ങളും വിചാരങ്ങളും എല്ലാം കൂടുതലായിട്ട് തലപൊക്കുന്നൊരു സന്ദർഭമാണ് ഈ വരുന്ന മാസങ്ങളെന്ന് പൊതുവേ പറയുന്ന ഒരു ജ്യോതിഷത്തിൽ പറയുന്നൊരു കാര്യം. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഈ നവരാത്രി എന്നുള്ള കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഇപ്പോഴാണ് അത് അതിൻ്റെ തുടക്കം. അത് ഈ പറഞ്ഞ 3-5 മാസത്തേക്ക് നീണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ ദുർഗമാസൻ്റെ കഥയോ അല്ലെങ്കിൽ രാമായണ കഥയൊക്കെ ആയിട്ട് നമ്മൾ മെച്ചപ്പെടുത്തി പറഞ്ഞതുപോലെ ഒരു വലിയ പരിവർത്തനത്തിൻ്റെ തുടക്കമാണ്. ഈ 9 രാത്രി കഴിഞ്ഞിട്ടാണ് വിദേശമി വരുന്നത്. 9 രാത്രിയിലെ സാധന കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഈ സന്ദർഭങ്ങൾ, ഈ ദിവസങ്ങൾ കൂടുതൽ സാധനയിൽ മുഴുകുകയാണെങ്കിൽ, നമ്മുടെ വിവേകബുദ്ധിയെ ഉണർത്തിയെടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, നമ്മൾ കൂടുതൽ ഈശ്വരനെ ആശ്രയിക്കാൻ പഠിക്കുകയാണെങ്കിൽ, ഇത് നമ്മുടെ ഭാവിയെ വളരെയധികം നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ ജ്യോതിഷത്തിലേക്ക് വളരെ മോശം സമയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആധ്യാത്മികമായിട്ട് ഏറ്റവും അനുകൂലമായ സന്ദർഭമാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ സാധന ചെയ്യേണ്ട സന്ദർഭങ്ങളെയാണ് നമ്മൾ ജ്യോതിഷത്തിലേക്ക് മോശം സമയമായിട്ട് പറയുന്നത്.